SSLC-യിൽ നിന്ന് +1 പോകുന്നവരാണ്. ട്യൂഷന് പോകണമെന്ന് നിങ്ങൾക്കുണ്ടോ? അല്ല, ട്യൂഷന് പോകണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? അപ്പം അതൊക്കെ നിങ്ങൾക്ക് മാറ്റിത്തരാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഓഫ്ലൈനേക്കാളും നല്ലത് ഓൺലൈനാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാസ് റെഗുലറായിട്ട് കാണും എന്ന് ഉറപ്പുള്ളവർക്കാണ് നല്ലത്. അത് എല്ലാവർക്കും ഓൺലൈനാണ് നല്ലത് ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ കാണാത്തവരുണ്ടാവും, മടി പിടിച്ചിട്ട് നാളെ കാണാം മറ്റന്നാൾ കാണാമെന്നെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം പോക്കായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓഫ്ലൈനാണ് നല്ലത്, അല്ലാത്തവർക്ക് ഓൺലൈൻ. അതായത് ഓൺലൈൻ ക്ലാസ്സിന് ഇപ്പം നല്ല ക്വാളിറ്റിയിലെ ക്ലാസ്സാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ഇപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് മനസ്സിലായിട്ട് വെച്ചോ. ഇപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ആ ടീച്ചേഴ്സിനെ കണ്ട് ചിലപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്ക് തോന്നൂല, നമുക്ക് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. പക്ഷെ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല അവരിങ്ങനെ ഓരോ ഡയഗ്രാംസ് നമുക്ക് എന്താ പറയുക ഓരോ അടയാളപ്പെടുത്തി വൃത്തിയിൽ പറഞ്ഞുതരും. നമുക്ക് ആ ഒരു ഡയഗ്രാംസിന്റെ വീഡിയോ വീണ്ടും എടുത്ത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഓൺലൈൻ തന്നെയാണ്. അപ്പൊ ഓഫ്ലൈൻ മോശം എന്നല്ല പറയുന്നത്. ഓഫ്ലൈൻ നമ്മൾ പണ്ടൊക്കെ ഓഫ്ലൈൻ പോകുന്നതിന് കാരണം വെച്ചാൽ ഓൺലൈനൊന്നും ഇല്ല, അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമുക്കിപ്പം നമ്മുടെ ഓരോന്ന് മാറി വരികയാണ്. അപ്പം നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് കുറയും. കാരണം വെച്ചാൽ രാവിലെ തന്നെ എണീച്ച് എന്താ പറയുക നേരത്തെ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിൽ പോകുന്നതിന് മുന്നേ അവിടെ എത്തി പഠിച്ച് വീണ്ടും സ്കൂളിൽ പോയി പിന്നെ വൈകുന്നേരം ഈ ട്യൂഷൻ്റെ ഹോംവർക്കും ചെയ്യണം, മറ്റേ സ്കൂളത്തെ ഹോംവർക്കും ചെയ്യണം. എല്ലാം കൂടി ടൈം കുറേ പോകും. ക്ലാസ്സസ് നല്ലതാണെങ്കിൽ ടൈം നമുക്ക് എനക്കല്ലാണെങ്കിൽ ആവൂല. എന്ന് വെച്ചാൽ എനിക്ക് രാവിലെ ഫുഡൊന്നും കഴിക്കാൻ നേരം വേണം പറ്റൂല. അപ്പം എനിക്ക് നമുക്ക് 2 ഹോംവർക്കെല്ലാം ആകുമ്പം ഒരുപാട് ഭ്രാന്താവും. അപ്പം ഞാൻ വിചാരിച്ചു ഓഫ്ലൈൻ വേണ്ട ഓൺലൈൻ മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഓൺലൈനിലാണ് പോയിട്ടുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനാണ് നല്ലത്. കാരണം വെച്ചാൽ സൈലം ഉണ്ട്, എക്സാമിനുണ്ട്, എജുപോർട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് ബാച്ചാണ്, നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ നല്ലതെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഓഫ്ലൈനിലാണ് എന്താണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഓഫ്ലൈനിൽ കമൻറ്റ് ചെയ്യാം. ഇനി ഓൺലൈൻ ആണെങ്കിൽ അത് ഏത് പ്ലാറ്റ്ഫോമാണ് ഏത് ബാച്ചാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യില്ല. എന്നിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ നോക്കിയിട്ട് ഏതിനാണ് കൂടുതൽ പോട്ടെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതോ നല്ലതെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് പോകാൻ തോന്നും. പക്ഷെ അത് കമൻറ്റ് ചെയ്യണം, എന്നാലേ കുറച്ച് നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ ഇനിയും വീഡിയോസ് ഇതേപോലെ ഇടാൻ വേണ്ടിയിട്ട്.